എപ്പിസോഡ് എന്താണ്? യൂറോപ്പിൽ എങ്ങനെ വെച്ചാൽ യൂറോപ്പിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നിർബന്ധമായിട്ടും ഒരു പാൻകേക്ക് ഉണ്ടാവും. അത് അവിടെ ഇങ്ങനെ പാൻകേക്കിന്റെ മസാല മെഷീന്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. അതിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഒരു ചെറിയ റൗണ്ടിൽ അങ്ങനെ പാൻകേക്ക് ഉണ്ടായി വരും. നമുക്കത് അവിടെ നിർത്തി ഇങ്ങനെ കഴിക്കാം. അപ്പൊ അതേ മോഡൽ നമ്മളത് മെഷീനൊന്നല്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതാണ്. ആ ഒരു മോഡൽ പാൻകേക്ക് ആണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ സ്കിപ്പ് ചെയ്താ ഒരു 2 ഇടത്തരം വലുപ്പമുള്ള ഒരു കിഴങ്ങ്, ഇതൊരു 250 മില്ലി പാല്, ഒരു 125 മില്ലിന്റെ ഗ്ലാസ്സിൽ ഗോതമ്പൊടി, ഒരു കോഴിമുട്ട, ഒരു 3 പീസ് വെളുത്തുള്ളി, ഉപ്പ് പാകത്തിനും സ്വല്പം മല്ലിയിലയും. ഇതാണ് നമുക്കിതിൽ ആവശ്യം. ഇതൊക്കെ കൂടി ഒരു കലാപരിപാടി ഉണ്ട്. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്. പൊട്ടറ്റോ ഇട്ടിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് വേവിച്ചിട്ടില്ല. അതില് വെളുത്തുള്ളി ഇട്ട് സ്വല്പം പാൽ വെച്ചിട്ട് അതൊന്ന് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക. പിന്നെ പാലിന്റെ അളവ് വേണേൽ പിന്നെ നമുക്ക് കൂട്ടാം. ഉപ്പും ആവശ്യത്തിനിടുക. അപ്പൊ ഇത് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരു വലിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യണം. നമുക്ക് കുറച്ച് മല്ലിയില അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 125 മില്ലി ലിറ്ററിന്റെ ഗ്ലാസ്സാണിത്. അതില് ഗോതമ്പൊടി, അതായത് അരക്കപ്പാണ് ഇതുള്ളത്. ഗോതമ്പൊടി നല്ലോണം ഇട്ട് മിക്സ് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു പരുവം കാണിച്ചു തരാം. അപ്പൊ അതിനനുസരിച്ചിട്ട് ഉപ്പുണ്ടോ നമ്മൾ ഒന്ന് നോക്കണതില്. വേവിക്കാത്ത കിഴങ്ങാണ് കേട്ടോ നമുക്ക് വേണ്ടത്, വേവിച്ചതല്ല വേണ്ടത്. കുറച്ചുകൂടി ഉപ്പിട്ടിട്ടുണ്ടാണ്. ഇതിങ്ങനെ ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് ഇളക്കുകയാണ് നല്ലത്. സ്വല്പം കൂടി പാല് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു അരക്കപ്പിന്റെ അടുത്ത് പാൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതൊന്നൊരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കാൻ ഏറ്റവും ഉത്തമം. അപ്പൊ ഇതിപ്പോ ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഒന്ന് തുറന്നതാണ്. അപ്പൊ ഞാനിനി ഇത് അടുപ്പ് കത്തിച്ചിട്ട് നല്ല ഹൈ ചൂടിൽ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് അതിലേക്ക് ഒന്ന് ചൂട് കുറച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒഴിക്കുക. നമ്മളെ സൗകര്യത്തിനുള്ള വലുപ്പം പോലെ വെക്കുക. ഒന്നിട്ട് വാടി വരുന്ന സമയത്ത് നമ്മളൊന്ന് ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടി അതൊന്ന് മറിച്ചിടുക. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നിത് അടച്ചു വെക്കണം. പെട്ടെന്ന് തന്നെ സംഭവം ഏകദേശം 1 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും. ഇനി അതെടുത്തിട്ട് പുറത്ത് വെക്കുക. വേഗം കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കറിയൊന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റാണ്. പൊട്ടറ്റോന്റെ ഒരു ടേസ്റ്റ് വേറെ കിട്ടും. ചീസൊക്കെ വേണേൽ കൂട്ടി കഴിക്കാം. ഇത് ഞാനിങ്ങനെ ഒരു ചെറിയ സൈസിൽ ഒരു 3 എണ്ണം വെക്കുന്നുണ്ട്. ഇതാണ് സാധാരണ യൂറോപ്പിൽ പാൻകേക്ക്. ഈ ഒരു സൈസിലാണ് മെഷീനിലൊക്കെ ഉണ്ടായി വരാറുള്ളത്. അപ്പൊ ഇത് ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇനി ഇതിങ്ങനെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. ഇതേപോലെ നമ്മുടെ സൗകര്യം പോലെ ചെറു പീസൊക്കെ ആക്കി വെക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കേക്ക് മുറിക്കുന്ന പോലെ അങ്ങനെ മുറിക്കാം. ചീസ് കൂട്ടിയിട്ട് വേണേൽ കഴിക്കാം. അപ്പൊ നമ്മളിത് മറിച്ചിടാൻ പോവാണ്. ആ 3 എണ്ണം ഉള്ളത് ഇതുപോലെ മറിച്ചിടുക. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്നും ഇതേപോലെ അടച്ചു വെക്കണം. ഇതിൽ എണ്ണ ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അങ്ങനെ ഇട്ടാൽ മതി. ഇപ്പൊ ഒരു ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഒന്ന് ഇടക്കൊന്ന് ചൂടൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു 3 പീസും ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് പ്ലേറ്റിലേക്ക് ഇടാണ്. ഇതിങ്ങനെ വെറുതെ കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീസൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ വേണം കഴിക്കാം. വലുതാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ സാൻഡ്വിച്ച് വരെ അങ്ങനെയും കഴിക്കാം. അപ്പൊ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്, യാത്രകളുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.